Then you have to write few lines like half size equal to max length by 2, half size equal to max length by 2, and max length equal to buff end minus buffer. Slide visible ആണോ കാർത്തിക് ടി കെ? സ്ലൈഡ് വിസിബിൾ ആണോ? മാക്സ് ലെൻ ഈക്വൽ ടു ബഫ് എൻ മൈനസ്. സ്ലൈഡ് കാണുന്നുണ്ടോ? ഓക്കെ. ഈ 5 ലൈൻസ് ജസ്റ്റ് നോട്ടിലൊന്ന് എഴുതി വെക്കുക. Okay. Then I am going to explain these things. Here we have 3 definition for a multipass assembler problem. First one is half size, which is equal to max length by 2. Max length is not defined here. Then we are writing max length equal to buff end minus buffer and previous byte equal to buffer minus 1. Here buffer is not declared and buff end is not identified and half size is not identified, which means all these things are defined later in the program. In our program, half size is a forward reference, max length is a forward reference, and previous byte is a forward reference. ഇത് മനസ്സിലായോ ഈ കാര്യം? അഞ്ജിത, we are using half size equal to max length by 2 and max length is not defined, and we are saying max length equal to buff end minus buffer. Buff end is not defined, buffer is not defined. Then we are saying previous byte equal to buffer minus 1, which is also not defined here. Karthik പറഞ്ഞ കാര്യം മനസ്സിലായോ? So we need at least 3 passes to solve this problem. മീൻ ചെയ്യുന്നത് 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് ഒന്നും ഡിഫൈൻഡ് അല്ല. സോ മിനിമം 3 പാസെങ്കിലും മാത്രം ഉണ്ടെങ്കിലേ നമുക്ക് ഇതിലെ ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂസ് കാണാൻ പറ്റുള്ളൂ. ദർ ഇസ് ദ റോൾ ഓഫ് മൾട്ടി പാസ് അസംബ്ലർ. അവിടെയാണ് നമ്മളൊരു മൾട്ടി പാസ് അസംബ്ലറിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഹിയർ ദി ബഫർ സൈസ് ഈസ് 4096. അതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ 1000 ആണ്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബഫർ സൈസ് 1000 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതൊരു വലിയ കോഡാണ്. ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം വരുന്ന കോഡ് മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതിൽ ഹാഫ് സൈസ്, മാക്സ് ലെന്ത് ആൻഡ് പ്രീവിയസ് ബൈറ്റ്, ഇതൊക്കെ ഫോർവേഡ് റെഫറൻസ് ആണ്. ഇതിന് വേണ്ട ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ. സോ സിമ്പിൾ ടേബിൾ, ഇൻ ദി സിമ്പിൾ ടേബിൾ എൻട്രി ലൈക്ക് ഹാഫ് സൈസ്, ഈ സ്ക്രീൻ വിസിബിൾ ആണോ? ഹാഫ് സൈസ് ആംബ്രസെന്റ് 1 മാക്സ് ലെന്ത് ബൈ 2, ആ ഒരു ലൈൻ കാണുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്ത ആരെങ്കിലും? half size അനഘ. ഓക്കെ. അപ്പം ഈ ഒരു ലൈൻ നിങ്ങൾ നേരത്തെ എഴുതിയ ലൈനിന് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ലൈൻ അവിടെ എഴുതി വെക്കുക. മാക്സ് ലെന്ത് ഈസ് നോട്ട് ഡിഫൈൻഡ്, മാക്സ് ലെന്ത് ഈസ് നോട്ട് ഡിഫൈൻഡ്. Max length is not defined, and undefined symbol is denoted by star, and undefined symbol is denoted by star. Next line is the half size is stored in symbol table. Half size is stored in symbol table. Then SymTab would contain a pointer. SymTab would contain a pointer to define an expression. SymTab would contain a pointer to define an expression. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കണം. എന്നിട്ടാണ് നമ്മൾ ഡിഫറെന്റ് പാത്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ ഹാഫ് സൈസ് ഈസ് നോട്ട് ഡിഫൈൻഡ്, മാക്സ് ലെന്ത് ഈസ് നോട്ട് ഡിഫൈൻഡ്, പ്രീവിയസ് ബൈറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ മിനിമം 3 പാസെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.
അപ്പം ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ വാല്യൂസിനെയും, ഇതൊക്കെ സിമ്പിൾസ് ആണ്, ഈ സിമ്പിൾസിനെയൊക്കെ നമ്മൾ സിമ്പിൾ ടേബിൾ ഇടും. അതാണ് നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്. അപ്പൊ സിമ്പിൾ ടേബിൾ ഇടുമ്പം അൺഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് വരുവാണെങ്കിൽ അതിനെ പോയിന്റ് ചെയ്തിട്ട് നമ്മളൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യും. നോക്കുക, മാക്സ് ലെന്ത് ഞാനൊന്ന് ജസ്റ്റ് പോയിന്റ് ചെയ്യാം. മാക്സ് ലെന്ത് നോട്ട് ഡിഫൈൻഡ് ആണ്, വിച്ച് ഈസ് റിലേറ്റഡ് ടു ഹാഫ് സൈസ്. അതുകൊണ്ട് മാക്സ് ലെന്ത് ഈസ് ഹാവിംഗ് എ റിലേഷൻ വിത്ത് ഹാഫ് സൈസ്. ഇങ്ങനെ വേണം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കാൻ. ദേവിക പറഞ്ഞ കാര്യം മനസ്സിലായോ? ദേവിക ഓക്കെ. ദെൻ നെക്സ്റ്റ് ഡയഗ്രാം നിങ്ങൾ നോക്കുക. മാക്സ് ലെന്ത് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ബഫൻഡ് ആൻഡ് ബഫർ. ആ ഒരു പോയിന്റും ആ ഒരു പോയിന്റും നിങ്ങൾക്ക് കാണാം. Then previous byte equal to buffer minus 1. So previous byte is related to buffer. Max length is also related to buffer and buffer. ഈ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും ഇനി സിമ്പിൾ ടേബിൾ ഉണ്ടാവുക. കണ്ടോ, ബഫർ ഈസ് റിലേറ്റഡ് ടു മാക്സ് ലെന്ത്, ബഫർ ഈസ് റിലേറ്റഡ് ടു മാക്സ് ലെന്ത്, പ്രീവിയസ്ലി നമ്മൾ റൈറ്റ് ചെയ്ത മാക്സ് ലെന്ത് റിലേറ്റഡ് ടു ഹാഫ് സൈസ്. അപ്പം ഈ ഒരു റിലേഷൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നത്. ഇപ്പൊ സിമ്പിൾ ടേബിളിൽ അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുമ്പോൾ ഒരു പോയിന്റർ നമ്മൾ പ്ലേസ് ചെയ്യും. അവ തമ്മിലുള്ള റിലേഷൻസിന് നമ്മൾ നെക്സ്റ്റ് പാസിൽ നമ്മൾ സോൾവ് ചെയ്ത് വരണം. അപ്പം ഇങ്ങനെ ഒരു റിലേഷനിൽ നമ്മൾ എത്തും. ഇനി പിന്നെയുള്ള റിലേഷൻ നോക്കുക. പ്രീവിയസ് ബൈറ്റ്, ബഫർ, മാക്സ് ലെന്ത്, ഇതൊക്കെ പരസ്പരം റിലേറ്റഡ് ആണ്. സിമ്പിൾ ടേബിളിൽ മൾട്ടിപ്പിൾ പാസ് ഉണ്ടെങ്കിൽ ഇനി ഇതിനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി പറയുന്ന കാര്യം നിങ്ങൾ നോക്കുക. ഒരു ടൈമില് ജസ്റ്റ് നോട്ട് ചെയ്യുക, at a particular time buffer have a location counter value 1034. Buffer have a location counter value 1034. Buffer have a location counter value 1034. So ബഫറിന് 1034 എന്ന് പറയുന്ന ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പ്രീവിയസ് ബൈറ്റിന്റെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും 1033. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് മൾട്ടി പാസിന് വേണ്ട വാല്യൂസ് ഒക്കെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്തു വന്നു. അറ്റ് എ പർട്ടിക്കുലർ ടൈം ബഫറിന് കിട്ടിയ അഡ്രസ്സ്, നമ്മൾ മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്രസ് ആയിരുന്നു വേണ്ടത്. ആ പർട്ടിക്കുലർ ടൈമിൽ ബഫറിന് കിട്ടിയ വാല്യൂ ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്ത് വന്നപ്പം 1034 എന്ന് പറയുന്ന വാല്യൂ ബഫറിന് കിട്ടി. അപ്പൊ നമ്മുടെ ഓൾറെഡി ഉള്ള ഇക്വേഷനിൽ പ്രീവിയസ് ബൈറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ബഫർ -1 ആണ്. സോ നമുക്ക് പ്രീവിയസ് ബൈറ്റിന്റെ വാല്യൂ 1033 എന്ന് ആ റിലേഷന് എഴുതാൻ പറ്റും. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? Anyone? ഒരാളെ റെസ്പോണ്ട് ചെയ്തേ. അഖിൽ സി പോൾ മനസ്സിലായോ പറഞ്ഞ കാര്യം? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനി നമുക്ക് ശരിക്കും വേണ്ടത് ഹാഫ് സൈസിന് ഒരു വാല്യൂ വേണം, മാക്സ് ലെന്തിന് ഒരു വാല്യൂ വേണം, പ്രീവിയസ് ബൈറ്റിന് ഒരു വാല്യൂ വേണം. പക്ഷെ ആകെ നമുക്ക് തന്നിട്ടുണ്ട് ബഫർ റിസർവ് ബൈറ്റ് 4096 മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് ഇനി നമ്മൾ ഓരോ കാൽക്കുലേഷനിലും വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാണ്. സോ മിനിമം 3 പാസെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബഫർ 4096 ആ ഒരു വാല്യൂ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരു പർട്ടിക്കുലർ ടൈമിൽ ബഫർ എന്ന് പറയുന്ന ആൾക്ക്, അതായത് ബഫറിന് എന്ത് കിട്ടി? 1034 എന്ന് പറയുന്ന ഒരു അഡ്രസ് കിട്ടി. അപ്പൊ ഞാനത് റെപ്രസെന്റ് ചെയ്യാം. സപ്പോസ് ഇതാണ് നമ്മുടെ മെമ്മറി എന്ന് കരുതുക. മെമ്മറിയിൽ ഇങ്ങനെ കുറെ സംഭവം ഉണ്ടെന്ന് കരുതാം. മീൻസ് ഡിഫറെന്റ് ബ്ലോക്സ് ഓഫ് മെമ്മറി നമ്മുടെ കയ്യിലുണ്ട്. സോ അറ്റ് എ ടൈം ബഫർ എന്ന് പറയുന്ന ഒരാള്, ബഫർ, ഇവിടെ ഒരു ബഫർ ഉണ്ടെന്ന് കരുതാം. BUFFER. ബഫറിന് 1034 എന്ന് പറയുന്ന ഒരു അഡ്രസ് കിട്ടി. 1034 എന്ന് പറയുന്ന ഒരു അഡ്രസ് കിട്ടി. അപ്പൊ പ്രീവിയസ് ബിറ്റ് PREV, പ്രീവിയസ് ബൈറ്റ് ഓൾറെഡി അപ്പൊ എന്തായിരിക്കും? നമുക്ക് ഡിനോട്ട് ചെയ്യാം 1033 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നോക്കുക, മാക്സ് ലെന്ത് ഈക്വൽ ടു ബഫൻഡ് മൈനസ് ബഫർ. മാക്സ് ലെന്ത് ഈക്വൽ ടു ബഫൻഡ് മൈനസ് ബഫർ, അതൊരു ഇക്വേഷൻ ആണ്. ബഫർ എന്ന് പറയുന്നത് റിസർവ് ബൈറ്റ് ഓഫ് 4096 ആണെന്ന് നമ്മുടെ കയ്യിലുണ്ട്.
ബഫറിന്റെ സൈസ് 4096 ആണെന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു ബഫറിന്റെ സൈസ് 4096 ആണെന്ന് നമ്മുടെ കയ്യിലുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 1000. ഹെക്സാഡെസിമൽ വാല്യൂ ആയിരുന്നു. നമ്മൾ നോർമലി ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4096ന്റെ ഡെസിമൽ വാല്യൂ 1000 ആണ്. അപ്പൊ 1000 ബൈറ്റ് ഓഫ് മെമ്മറി നമ്മൾ റിസർവ് ചെയ്തു എന്നാണ് പറയുന്നത്. ബഫൻഡ് മൈനസ് ബഫർ എന്ന് പറയുന്നതാണ് മാക്സ് ലെന്ത് എന്നും പറഞ്ഞു. 1000 മെമ്മറി ലൊക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ബഫൻഡ് എന്ന് പറയുന്നത്, ബഫൻഡ് മീൻസ് 2034 ആയിരിക്കും. 2034 ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 2034 മൈനസ് 1034 ആണ് നമ്മുടെ ബഫർ സൈസ് 1000. അത് കമ്പൈലറിന് മനസ്സിലാവും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ആകാശ് രാജീവ്, ഹലോ, ആകാശ് രാജീവിന് മനസ്സിലായോ പറഞ്ഞ കാര്യം? ഓക്കെ, ദെൻ ആദർശ് വി. സാർ 4096 ഇടുന്നതാണ്. 4096 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ വേണ്ട ബഫറിന്റെ സൈസ് റിസർവ് ബൈറ്റ് ഓഫ് 4096 ആണെന്ന് പ്രോഗ്രാമിലുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുള്ളൂ. 4096 എന്ന് പറയുന്ന വാല്യൂ 1000 ബൈറ്റ് ആണ്. അതായത് 4096ന്റെ ഡെസിമൽ വാല്യൂ 1000 ആണ്. ഇത് ഹെക്സിലാണ് ഉണ്ടാവുക. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 എന്ന് പറയുന്ന ആ ബഫറിന്റെ മാക്സിമം സൈസ് 1000 ആണ്. നമ്മൾ പ്രീവിയസ്ലി എഴുതിയ എല്ലാ കോഡിലും മാക്സ് ലെന്ത് ഓഫ് ബഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4096 ആണെന്ന് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് മെമ്മറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 1000 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അഡ്രസ്സ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? 1039 എൻഡ് ചെയ്തിട്ട് ദെൻ പിന്നീട് 2039 തുടങ്ങുന്നത്. ബിക്കോസ് 1000 ബൈറ്റ് ഇൻഫർമേഷൻ മെമ്മറി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വേണേ പ്രീവിയസ്ലി ഏതെങ്കിലും ഒരു പ്രോഗ്രാം കാണിക്കാം. സാമ്പിൾ പ്രോഗ്രാം ഇല്ല. ഓക്കെ, നിങ്ങൾ 4096 1000 ആണെന്ന് മനസ്സിലാക്കുക. സോ നമ്മുടെ എൻ്റയർ ബഫർ സൈസ് 1000 ആണ്. 1000 സൈസ് നമുക്ക് വേണമെങ്കിൽ ബഫൻഡ് മൈനസ് ബഫർ ആണ് മാക്സിമം സൈസ് തരിക. സോ 2034 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ബഫൻഡിന് ഉണ്ടാവുക. അപ്പൊ മൾട്ടിപാസ് അസംബ്ലർ നെക്സ്റ്റ് പാസിൽ മനസ്സിലാക്കും ബഫൻഡ് എന്ന് പറയുന്നത് 2034 ആണ്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാനുള്ളത് ഹാഫ് സൈസ് മാത്രമേ ഉള്ളൂ. അപ്പം 4096ന്റെ ഹാഫ് എന്ന് പറയുന്നത് 2048. 2048ന്റെ ഡെസിമൽ വാല്യൂ ആണ് 800 എന്ന് പറയുന്നത്. 2048ന്റെ ഡെസിമൽ വാല്യൂ ആണ് എന്ത്? ഈ 800 എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓരോ പാസിലും വാല്യൂസ് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് കാണിച്ചു തരാം. ഹെക്സ് ടു ഡെസിമൽ കൺവേർട്ടർ. ആദർശ് മനസ്സിലാവുന്നുണ്ടോ? 20 കൺവേർട്ട് ചെയ്യാം. ഉണ്ടോ? ഡെസിമൽ നമ്പർ 2048ന് വേണ്ട ഹെക്സ് വാല്യൂ ആണ് 800 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1000 എന്ന് പറയുന്നത് 4096 ആണ്. ഈ ഒരു വാല്യൂസ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം ഈ ഒരു പ്രോഗ്രാം ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡ്സ് നോക്കുക. നമ്മുടെ കയ്യിൽ 3 വാല്യൂസ് ആയിരുന്നു. ഹാഫ് സൈസ് ഈക്വൽ ടു മാക്സ് ലെന്ത് ബൈ 2, മാക്സ് ലെന്ത് ഈക്വൽ ടു ബഫൻഡ് മൈനസ് ബഫർ, പ്രീവിയസ് ബൈറ്റ് ഈക്വൽ ടു ബഫർ -1,
മൂന്ന് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്യാത്തതായിരുന്നു. അപ്പോൾ ഇത് ഫോർവേഡ് റെഫറൻസ് ആണ്. ഇതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു ചോദിച്ചാൽ പ്രോഗ്രാമിൽ ലൊക്കേഷൻ കൗണ്ടർ അഡ്രസ്സ് കൊടുത്തു വരും. അഡ്രസ്സ് ഓരോ ഇപ്പൊ ഇതെല്ലാം പ്രോഗ്രാം ലൈൻസ് ആണ്. ഓരോ സൈഡിലും നമ്മൾ അഡ്രസ്സ് കൊടുത്തു വന്നു. സപ്പോസ് ബഫറിൽ എത്തിയപ്പോൾ ബഫറിന് കിട്ടിയ അഡ്രസ്സ് അത് 1034 ആണ്. നമ്മൾ ജസ്റ്റ് സപ്പോസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. സപ്പോസ് 1034 നമ്മൾ ഒരു ബഫറിന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രീവിയസ് ബൈറ്റിലോട്ട് പ്രീവിയസ് ഇൻഫോർമേഷനിലോട്ട് പോയിട്ട് ബാക്കിയെല്ലാം സോൾവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ ബഫർ 1034 ആണെങ്കിൽ പ്രീവിയസ് ബൈറ്റ് എന്തായാലും 1033 ആയിരിക്കും. അതിന്റെ ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ, അതിന്റെ അഡ്രസ്സ് നമുക്ക് കിട്ടി. ദെൻ ബഫർ സൈസ് 4096 എന്ന് പറയുമ്പോൾ 1000 ബൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ്. മാക്സിമം ലെങ്ത് ആയിരിക്കും 4096. അപ്പം ബഫറിന്റെ മൈനസ് ബഫർ മാക്സിമം ലെന്ത് ആയ 1000 കിട്ടണമെങ്കിൽ 1034 ബഫർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2034 ആയിരിക്കും. 2034 ആയിരിക്കും ബഫറിന്റെ വരിക. സോ 1000 മാക്സിമം ലെന്ത് പറഞ്ഞാൽ ഹാഫ് സൈസ് എന്ന് പറയുന്നത് 4096ന്റെ ഹാഫ് 2048ന്റെ ഡെസിമൽ വാല്യൂ ആയിരിക്കും. സോ അത് 800 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദിൽന. ഹലോ സർ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ദിസ് പ്രൊസീജിയർ. സാർ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയിനു. ദെൻ കീർത്തന. ഹലോ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. മാക്സ് ലെങ്ത് അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, ഹാഫ് സൈസ് സ്റ്റോർ ചെയ്യുന്ന സിമ്പിൾ ടാബിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ സിം ടാബിൽ ഒരു പോയിന്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മാക്സ് ലെങ്ത് ബഫേർഡ് മൈനസ് ബഫറിന്, അപ്പൊ ബഫറിന്റെ വാല്യൂ 4096 ആണ്. okay, total size of buffer is 1000 in byte and the x value is 4096. Okay, then 1000. then previous byte is identified by buffer minus 1. Address of buffer is 10334. Then previous byte is 1033. 1033. Okay, then max length is calculated as buffer minus buffer. Minus So size buffer. of, okay, appa address of buffer means 2034 and size of buffer is 1000. 1000. Okay, then half size equal to half size equal to max length by 2 means 4096 divided by 2 means 2048 and Divided. corresponding value is 800. ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, then this is the end of our third module. എന്തെങ്കിലും ഡൗട്ട് ഈ ജസ്റ്റ് നമ്മൾ കവർ ചെയ്തലുണ്ട്? ജസ്റ്റ് ഒന്ന് ചോദിച്ചേ. ലാസ്റ്റ് ടോപ്പിക് ആണ് മൾട്ടി പാസ് അസംബ്ലർ. വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് സിംഗിൾ പാസ് അസംബ്ലർ. ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രണവ് സി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോനെ? ഇല്ല. റൈസ ഖാലിദ്. റൈസ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഷഹല ബി. हाँ सर. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഈ ഡിസ്കഷൻ, ലാസ്റ്റ് ഡിസ്കഷൻ എന്തെങ്കിലും? ഇല്ല മനസ്സിലായി. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം.
ക്വസ്റ്റ്യൻ പേപ്പർ 2019 ലാസ്റ്റ് എക്സാം നടന്ന ക്വസ്റ്റ്യൻ ആണ്. സംഗീത് ഉണ്ണികൃഷ്ണൻ. സംഗീത്. The third module, first question, explain the format of define and refer record. What are their uses? Sangeet ഒന്ന് explain ചെയ്തേ. What is the purpose of define and refer record? എന്തായിരുന്നു define and refer record? ശ്രദ്ധ. ശ്രദ്ധ ഒന്ന് ഓൺലൈൻ വരാം. ശ്രദ്ധ. അനഘ കേൾക്കാമോ? അനഘ. എവിടെ നമ്മൾ ഡിഫൈൻ റെക്കോർഡ് ആൻഡ് റെഫർ റെക്കോർഡ് യൂസ് ചെയ്ത? വി യൂസ്ഡ് ഡിഫൈൻ റെക്കോർഡ് ആൻഡ് റെഫർ റെക്കോർഡ് ഇൻ control sections, right? So define record carries the information like a variable which we defined in our control section, and refer record indicate external reference in our program. ഓർമ്മയുണ്ടോ? Then what is multipass assembler? With explain with the help of an example. അതാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. Then ഈ ഒരു പ്രോബ്ലം, റീലൊക്കേഷൻ പ്രോബ്ലം, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? Problem with the relocation. Just identify a plus j sub denote instruction for extended format. Then RDREC is a procedure defined in a different location. So here we have an address 1036. During relocation, program will be loaded into different address. So we will create a modification record. There we will inform how to solve this problem. Means starting address of loaded program will be added with the 1036. Mean ചെയ്യുന്നത് 5000 നമ്മൾ ലോഡ് ചെയ്താൽ RDREC പ്രൊസീജിയറിന് 5000 പ്ലസ് 1036 എന്ന് പറയുന്ന ഇൻഫർമേഷൻ ത്രൂ മോഡിഫിക്കേഷൻ റെക്കോർഡ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈ ഒരു പ്രോഗ്രാം മോഡിഫിക്കേഷൻ റീലൊക്കേഷൻ. അഭിനന്ദ് MC. അഖിലിന് ഈ പ്രോബ്ലം മനസ്സിലായോ? സാർ. ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട്. ഹലോ. ഇതാണ് ഫസ്റ്റ് നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ കുറെ പേര് ഇന്ന് ആബ്സെന്റ് ആണോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. Anjali RK, what is literal? How it is handled by assembler? Anjali. Dilna ഒന്ന് പറഞ്ഞേ, what is literal? How it is handled by assembler? ഹലോ. സാർ ഓർമ്മയില്ല. കോൺസ്റ്റൻസ് കോൺസ്റ്റൻസ് ആണ്. അസംബ്ലർ പിന്നീട് അതിന് വാല്യൂ കൊടുക്കും. വി ആർ ക്രിയേറ്റിംഗ് lit tab for handling literals. Lit tab contain values of some constant like EOF. EOF have a particular value. So each time when we use literals, the value will be replaced by the assembler. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
Nitin Babu. List out the basic function of assembler. എന്തൊക്കെയായിരുന്നു? നമ്മൾ സീരീസിന് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. എഴുതിയില്ലേ? പറഞ്ഞോ. സാർ അസംബ്ലറിന്റെയാ? ബേസിക് ഫങ്ഷൻസ് ഓഫ് അസംബ്ലർ. മെഷീൻ കോഡിനെ അസംബ്ലി കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റുക. then പിന്നെ ഓപ്പറൻസിനെല്ലാം കറസ്പോണ്ടിങ് മെഷീൻ ലാംഗ്വേജിലാക്കി മാറ്റുക. ഓക്കെ. then മോണിക് ലാംഗ്വേജസ് അവന് അസംബ്ലി ലാംഗ്വേജ്. കോൺസ്റ്റൻസിനെ EOF പോലുള്ള കോൺസ്റ്റൻസിനെ കറസ്പോണ്ടിങ് ഡാറ്റ കോൺസ്റ്റൻസിനെ മാറ്റുക. ഓക്കെ. ഷഹല ബി. हाँ सर. How forward reference is handled by single pass assembler? We have only one pass to create SimTab and OpTab, and for creating machine code. ഒരു കോൺസെപ്റ്റ് ഓർക്കുക. സോ അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർവേഡ് റെഫറൻസിന് നമ്മൾ വിൽ ക്രിയേറ്റ് എ പോയിന്റർ ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ ഒരു അഡ്രസ് ലൊക്കേഷനിലേക്ക് എപ്പോഴാണ് ഈ ഒരു ഡയഗ്രം ഓർക്കുക, പോയിന്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ WRREC പ്രൊസീജിയർ എവിടെയൊക്കെയാണോ കോൾ ചെയ്യുന്നത് ആ അഡ്രസ് ഒക്കെ നമ്മൾ ആസ് എ ലിങ്ക് ലിസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും. എപ്പോഴാണോ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ വാല്യൂസ് പാസ് ചെയ്യും. ആ ഒരു കോൺസെപ്റ്റ് ഓർക്കുക. Then write a note on multi-pass assembler. Write a note on multi-pass assembler. സാരംഗ് പ്രേം ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് മൾട്ടി-പാസ് അസംബ്ലർ? ഹലോ സാർ. ആ, മൾട്ടി-പാസ് എന്ന് പറയുമ്പോൾ 2 പാസ് ഉണ്ടാവും. പാസ് 1, പാസ് 2 ഉണ്ടാവും. പാസ് 1 ഇത് ഡിഫൈൻ ചെയ്യാത്ത ഓരോരോ കോഡ്സിനൊക്കെ സിംടാബിലേക്ക് ആഡ് ചെയ്യും, സേവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പാസ് 2 അതിന്റെ കറസ്പോണ്ടിങ് അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ പാസ് 1 അൺഡിഫൈൻഡ് ആയിട്ടുള്ള കോഡ് ഇത് അഡ്രസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. മൾട്ടി-പാസ് മീൻസ് മോർ ദാൻ 2 പാസസ് എന്ന് പറഞ്ഞിട്ട് വേണം. മോർ ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. മിനിമം ഓഫ് 2 ആണ് മൾട്ടി-പാസ് അസംബ്ലർ. വി ക്യാൻ ഹാവ് മോർ ദാൻ 2 പാസസ്. അപ്പൊ ഫോർവേഡ് റെഫറൻസ് വരുവാണെങ്കിൽ അൺഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസിനെ നമ്മൾ സിമ്പിൾ ടേബിൾ ക്യാരി ചെയ്യും. ദെൻ ഓരോ പാസിലും അതിന്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂസ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ കൺസെപ്റ്റ് ഓഫ് പ്രോഗ്രാം റീലൊക്കേഷൻ നമ്മൾ സെക്കൻഡ് മോഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ശ്രദ്ധ ഓൺലൈൻ വന്നോ? ശ്രദ്ധ വാട്ട് ഈസ് പ്രോഗ്രാം റീലൊക്കേഷൻ? ശ്രദ്ധ. ഷാരുൺ കെ. ഷാരുൺ ആകാശ് രാജു പറഞ്ഞേ, വാട്ട് ഈസ് പ്രോഗ്രാം റീലൊക്കേഷൻ?
Abhinand MC. Hello. What is program relocation? Sir, അത് ഫോമാറ്റ് 3ഉം ഫോമാറ്റ് 4ഉം ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ. എന്തിനാ നമ്മൾ പ്രോഗ്രാമിനെ റീലൊക്കേറ്റ് ചെയ്യുന്നത്? അതിപ്പോ നമ്മൾ 1000 നോർമലി 1000 സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ, ഇപ്പൊ ഫോമാറ്റ് 3 വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റീലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോമാറ്റ് 3 വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിലൊരു റിസ്കും ഇല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഫോമാറ്റ് 4ലാണെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് സംഭവം പ്രൊസീജിയേഴ്സ് ഉണ്ട് എങ്കിൽ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മോഡിഫിക്കേഷൻ റെക്കോർഡിൽ എവിടെയാണ് ആ പ്രൊസീജിയർ വരുന്ന വാല്യൂ കൂടി ലാസ്റ്റ് 20 ബിറ്റ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കണം. സപ്പോസ് 5000 ലോഡ് ചെയ്യുന്നതെങ്കിൽ 1036 വന്ന പ്രൊസീജിയർ 5000 ലോഡ് ചെയ്യുമ്പം 6036 വരിക എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ അസംബ്ലർ ലോഡിംഗ് ടൈമിൽ മീൻസ് ലോഡർ പറഞ്ഞു കൊടുക്കണം. അതിന് ബേസ് ആയിട്ടാണ് മെമ്മറിയിലേക്ക് പ്രോഗ്രാം ലോഡ് ആവുന്നത്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ്. XT, EXT, DEF and EXT REF. External definition and external reference. Anjita, ഒന്ന് പറഞ്ഞേ, what is external definition and external reference? Anjita. ദേവിക ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ദേവിക. അത് മറ്റേ കൺട്രോൾ സെക്ഷൻ വരുന്നതല്ലായിരുന്നു? ഓക്കെ, അതെ, യെസ്. എക്സ്റ്റേണൽ ഡെഫിനിഷൻ എന്താ കാര്യം ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഡെഫിനിഷനില് നമ്മൾ പുറത്തുനിന്ന് എടുത്തത് ഇറ്റ്സ് ഓൺ കൺട്രോൾ സെക്ഷനിലുള്ള സിമ്പിൾസ് ആണ് എക്സ്റ്റേണൽ ഡെഫിനിഷനിൽ ഉണ്ടാവുക. എക്സ്റ്റേണൽ റെഫറൻസ് ഡിനോട്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ റെഫറൻസ് വിച്ച് ആർ ഡിഫൈൻഡ് ഇൻ അതർ കൺട്രോൾ സെക്ഷൻ ബട്ട് യൂസ്ഡ് ബൈ അവർ കൺട്രോൾ സെക്ഷൻ. ആ ഒരു ഓപ്ഷൻ ആണ് മനസ്സിലാവേണ്ടത്. ഓക്കെ, അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഞാൻ ഫുൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചോദിക്കണം. ഓക്കെ, നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂൾ വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?